ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ട്, ഇന്ന് നമുക്കൊരു അച്ചാറിടാം. വെറും അച്ചാറല്ല, ഈ കാണുന്ന പോലെ പേരയ്ക്ക അച്ചാർ. അതപ്പം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതും എങ്ങനെയൊക്കെ ഇടണം എന്നുള്ളതും നമുക്ക് പറയാം. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. ആദ്യം നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. പാൻ ചൂടായി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലോട്ട് കടുകിടാം. കടുകിട്ട് ഇനി ഇത് പൊട്ടിയിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം. അങ്ങനെ കടുക് പൊട്ടി വരുന്നു. കടുക് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. ശേഷം കുറച്ച് പച്ചമുളക് ഇടാം. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഈ കടുകിനൊപ്പം തന്നെ ചിലർ ഉലുവ ഇടും. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ പെട്ടെന്നൊന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. അങ്ങനെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപ്പിട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ അതെല്ലാം നല്ലൊരു മുരിഞ്ഞ് വന്ന് കണ്ട ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ഇടാം. അപ്പോൾ എന്തൊക്കെ പൊടി ഇടണം എന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. ആദ്യം മുളക് പൊടി ഇടുക. അതിനുശേഷം മഞ്ഞപ്പൊടി ഇടുക. അതിനുശേഷം കായപ്പൊടി കൂടി ഇടുക. കായപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണേ. ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റുക. നമ്മൾ 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് കായപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറ്റുക. പച്ചമണം മാറ്റിയ ശേഷം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൽ കുറച്ച് ഉലുവാപ്പൊടിയും ഈ പൊടി ഐറ്റംസ് ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് ഉലുവാപ്പൊടിയും നമ്മൾ ഇടും. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ നമ്മൾ കടുക് വറക്കുന്ന സമയത്ത് ഇടും. ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ഇതിലിട്ട മുളക് പൊടി മൂത്ത് വന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ പേരയ്ക്ക ഇതിലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതിയാവും. അങ്ങനെ വിനാഗിരി ഒഴിച്ചു. നമുക്കിത് ഒന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ പേരയ്ക്കായിൽ പൊടി ഐറ്റംസും വിനാഗിരിയും എല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്. ഇപ്പം ഇതിനകത്ത് വെള്ളമുണ്ട് വിനാഗിരിയുടെ. അപ്പം അതൊന്ന് ആ വെള്ളത്തിൽ പേരയ്ക്ക ജസ്റ്റ് ഒന്ന് വേവാകട്ടെ. ശകലം വേവ് മതി. അങ്ങനെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ഓക്കെ, അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞ് അടപ്പെടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേരയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ തീ തന്നെ കുറച്ച് നേരം വെക്കാം. ഓക്കെ, അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം. ഇന്നത്തെ പേരയ്ക്കച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ. നിങ്ങളും പരീക്ഷിക്കണം കേട്ടോ ഇത്.